രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും. അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല. രാഹുൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാകുമ്പോൾ തിരിച്ച് ഭരണപക്ഷം പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? രാഹുൽ ഇപ്പം ഭരണകക്ഷിയല്ല, ഞങ്ങളാണ് പൂച്ച. UDF ആണ് ഉണ്ടാക്കുക. കാരണം അവിടെയുണ്ടല്ലോ, അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈൻ്റ് ഉണ്ട്. 2 കംപ്ലൈൻറ്റ് മുകേഷിനെതിരായിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തകരാറുമില്ല. ഞാൻ പറഞ്ഞത് കയ്യേറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അവിടുന്ന് പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പൂവൻകോഴിയുടെയും പൂച്ചയുടെയും ശബ്ദം ഉണ്ടാവും. അത്രയും അതിൽ പ്രതിരോധം തീർക്കലല്ലോ. അവിടുന്ന് പറയുന്നവരെങ്ങനെയാ? അവരുടെ പേരിൽ കംപ്ലൈന്റ് ഉള്ളവരാ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കുക. ഇവിടെ ആരുടെ പേരിലും റിട്ടേൺ കംപ്ലൈന്റ് ഇല്ല അതുവരെ. ഈ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 നടക്കാനിരിക്കുക. അപ്പൊ അതിൽ വലിയ രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ BJPയും 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഇതാരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡാണോ ഗവൺമെന്റാണോ? ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത്? സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് 2 മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ്, സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ്. ആ 2 പേരെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ആന്ധ്ര വോട്ടെ BJPക്കാരാന്ന് വിചാരിക്കുക. സ്റ്റാലിൻ്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലേ? അവരെന്താവുന്ന അയ്യപ്പ എഴുന്നേറ്റ് പോകും. മാത്രമല്ല, ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണുമ്പോൾ തൊഴുവെങ്കിലും വേണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട്, അതേ ഈശ്വര വിശ്വാസിയാണ്. കാരണം കോൺഗ്രസിന് പോയിട്ട് അധികമായിട്ടില്ലല്ലോ. അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത്? എന്തിനാ? അപ്പോൾ ആരാ നടത്തുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതല്ല ഗവൺമെൻറ്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയണം. അപ്പോൾ ഒരു വിശ്വാസം, അമ്പലത്തിൻ്റെ അയ്യപ്പൻ്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പം അയ്യപ്പൻ്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക. ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇതിനെ ഭക്തന്മാർ തിരിച്ചറിയും. നടക്കുക നടക്കാതിരിക്കുക എന്നുള്ള അവരുടെ കാര്യം. ഭക്തന്മാർക്ക് ഇതൊക്കെ അറിയാം. കോൺഗ്രസിൻ്റെ നയം വിശ്വാസികളെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ.